നോർമലി ഒരു സ്ഥാപനം തുടങ്ങാൻ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ നമ്മൾ സ്ട്രോങ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ എത്ര വലുതാക്കി നമ്മൾ പടുത്തു വരുത്തിയിട്ടും ഒരു കാര്യമില്ല. അതുപോലെ തന്നെ പല ആളുകളും ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ചെയ്യും, ജസ്റ്റ് എനിക്കൊരു പാർട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു LLP വേണം, അല്ലെങ്കിൽ കമ്പനി വേണം, അത് തുടങ്ങുകയാണ് ചെയ്യുക. അല്ലാതെ ഇത് ഞാൻ എന്തിനാണ് പാർട്ണർഷിപ്പ്, എനിക്ക് എന്തുകൊണ്ട് കമ്പനി തുടങ്ങിക്കൂടാ, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് LLP ആക്കിക്കൂടാ. അപ്പൊ നമ്മുടെ ആക്ടിവിറ്റി എന്താണ്, നമുക്ക് എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്, അങ്ങനെയുള്ള യാതൊരു കാര്യം നോക്കാതെയാണ് എന്ത് ചെയ്യുന്നത് ചിലപ്പം ആള് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോർമലി മേ ബി ചിലപ്പോൾ ആള് ചിലപ്പം ഒരു ഒരു വെഞ്ചർ ക്യാപിറ്റൽ പോകുന്ന ആളായിരിക്കും, അതായിരിക്കും ആൾ ആഗ്രഹിക്കുന്നുണ്ടാവുക. ആ സമയത്ത് ആള് ഒരു പ്രൊപ്പറേറ്റർഷിപ്പോ പാർട്ണർഷിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, അതിന് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. ഇനി ആള് വലിയൊരു അത്രയും ഒരു 100ന്റെ മുകളിലുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു ഫണ്ട്, അതായത് ക്രൗഡ് ഫണ്ടിങ് എന്നുള്ള രീതിയിൽ ഒരു 100ന്റെ മുകളിലുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിയിട്ടാണ് ആള് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആള് ഈ പറഞ്ഞ പോലെ തന്നെ പാർട്ണർഷിപ്പ് തുടങ്ങിയിട്ട് കാര്യമില്ല. കാരണം ആളുകൾ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റണം. അതായത് നമ്മുടെ ആക്ടിവിറ്റിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഏത് ബിസിനസ് ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആവശ്യം ചിലപ്പോൾ ചെറിയൊരു സ്ഥാപനക്കും അതിനുവേണ്ടി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പബ്ലിക് ലിമിറ്റഡ് കമ്പനി പോയി തുടങ്ങിയിട്ട് ഇതിന്റെ വർഷാവർഷമുള്ള ഇതിന്റെ മെയിൻ്റനൻസ് താങ്ങാൻ പറ്റാണ്ട് അവസാനം ഇത് കെട്ടിപ്പൊട്ടേണ്ട അവസ്ഥയിലേക്ക് വരിക. അപ്പൊ ആദ്യം തുടക്കം തന്നെ നമ്മൾ നല്ലൊരു കൺസൾട്ടന്റ്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയോ കമ്പനി സെക്രട്ടറിയോ ചെന്ന് കണ്ടിട്ട് എന്റെ ആവശ്യം ഇതാണ്, ഞാൻ തുടങ്ങാൻ പോകുന്ന ബിസിനസ് ഇതാണ്, ഇതിന് ഇത്ര ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്, ഇത്ര പാർട്ട്നേഴ്സ് ഉണ്ട്, അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിന് എനിക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. മേ ബി ചിലപ്പോൾ കമ്പനി ആവും, ചിലപ്പോൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിരിക്കും. കമ്പനി തന്നെ പലവിധം കമ്പനീസ് ഉണ്ട്, 1 person ഉണ്ട്, പബ്ലിക് ലിമിറ്റഡ് ഉണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ LLP ചൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും, പാർട്ണർഷിപ്പ് ആവശ്യമുള്ള ആളുകളുണ്ടാവും. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യാം, ആ കാര്യം ആദ്യം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അത് ചെയ്തില്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ അവസാനം ഇതൊക്കെ തുടങ്ങി അവസാനം ഇതിട്ട് ക്ലോസ് ചെയ്യാനും പറ്റില്ല, ഇതിന്റെ മെയിൻ്റനൻസ് നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല, അവസാനം വലിയ എമൗണ്ട് ഫൈന് പെനാൽറ്റി ലക്ഷങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അവസാനം അടയ്ക്കേണ്ടി വരും. കാരണം ഇത് നമ്മൾ ദിവസം ഈ കണ്ണീര് ഒഴുക്കുന്നത് ഓൾറെഡി കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ അത്രയും എടുത്തു പറഞ്ഞത്.